കേരള തീരത്ത് മുങ്ങിയ എൽസ-3 കപ്പലിന്റെ ഉടമസ്ഥരായ MSCയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. വിഴിഞ്ഞം തുറമുഖത്ത് തങ്കൂരമിട്ടിരിക്കുന്ന MSCയുടെ മാനസ F എന്ന കപ്പൽ തടഞ്ഞുവെക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകിയത്. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മുങ്ങിയ കപ്പലായ എൽസയിൽ കശുവണ്ടി ഉണ്ടായിരുന്നു. തങ്ങൾക്ക് 6 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കാഷ്യൂ പ്രൊമോഷൻ കൌൺസിൽ പറയുന്നത്. ഈ നഷ്ടം നികത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്നും ഹൈക്കോടതി അറിയിച്ചു. പണം കെട്ടിവയ്ക്കാമെന്ന് MSC കോടതി അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ബോണ്ട് നൽകാമെന്നാണ് അറിയിച്ചിരുന്നത്. MSC എൽസ-3 മുങ്ങിയതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാമെന്ന് ഹൈക്കോടതി നേരത്തെ അറിയിച്ചിരുന്നു. കേരള തീരത്ത് നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെ വാൻഹായ് 503 കപ്പലിൽ തീപിടുത്തമുണ്ടായ രണ്ടാമത്തെ കപ്പലപകടം കൂടി ഈ കേസിന്റെ ഭാഗമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൃത്യമായ നടപടിയെടുക്കണം. ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പലപകടത്തിന്റെ പേരിൽ എത്ര പണം ചെലവാക്കിയെന്ന് കോടതി ആരാഞ്ഞു. ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. എന്തിനാണ് പൊതുജനത്തിന്റെ പണം ചെലവഴിക്കുന്നതെന്നും കപ്പൽ കമ്പനിയിൽ നിന്ന് ഇതിനു വേണ്ട തുക ഈടാക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം വാൻഹായ് 503യെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കപ്പലിനെ വാട്ടർ ലില്ലി എന്ന ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. ഇതോടെ വടം കെട്ടി ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. തീപിടിച്ച കപ്പലിൽ സാൽവേജ് സംഘം ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് കപ്പൽ നിയന്ത്രണത്തിലാക്കിയത്. ടഗ് ഉപയോഗിച്ച് കപ്പലിനെ പരമാവധി ദൂരത്തേക്ക് വലിച്ചു മാറ്റും. ഇതുവരെ കപ്പലിലെ മുൻഭാഗത്തെ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിലെ തീ കെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. അപകട സ്ഥലത്ത് കനത്ത മഴ തുടർന്നതും ഇന്ന് പകൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. കപ്പലിന് കൂടുതൽ ചെരിവ് സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നാളെ വൈകിട്ടോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോസ്റ്റ് ഗാർഡ്. സംഭവത്തിൽ കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. നിലവിൽ തീ പടരുന്ന കപ്പലിൽ എന്തൊക്കെയാണുള്ളതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തിയെന്നും MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അയച്ച നോട്ടീസിൽ പറയുന്നു. കപ്പലപകടം ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കുന്നു. കപ്പലപകടം കേരള തീരത്തെ ഇതിനകം തന്നെ ബാധിച്ചിട്ടുണ്ട്. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയുണ്ടാക്കി. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കാൻ നടപടി ആരംഭിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻഹായ് ലൻഡ് ഷിപ്പിംഗ് കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിച്ചാൽ ക്രിമിനൽ നടപടിയെടുക്കും. തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം ഷിപ്പിംഗ് കമ്പനി എത്തിച്ചില്ല. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനവുമില്ലെന്നും കേന്ദ്രം അയച്ച നോട്ടീസിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.